സിനിമാ ലോകത്ത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് വഴിത്തിരിവുകൾ അല്ലെങ്കിൽ തിരിച്ചുവരവ്. ഇപ്പൊ തമിഴ് സിനിമയിൽ ഒരു നടൻ തിരിച്ചു വന്നിരിക്കുകയാണ്, ആക്ഷൻ കിങ് അർജുൻ. അങ്ങനെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പൊ അർജുന് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെ അർജുൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് അർജുൻ ഹീറോ ആയിട്ട് ഒരു സിനിമ ചെയ്തു. പിന്നെ അടുത്തൊരു സ്റ്റേജിലോട്ട് പോവുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് അർജുന് ഒരു ഓഫർ വരുന്നത്. ആ ഒരു ഓഫറാണ് അർജുൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത്. പിന്നെ അന്നത്തെ യുവതാരം, അർജുനേക്കാട്ടും ജൂനിയർ ആയിട്ടുള്ള ഒരു നടൻ, അത് കാതലിക്ക് മര്യാദ എന്നൊരു സിനിമയിലൂടെ 1 കോടി രൂപ അല്ലെങ്കിൽ അത് കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു നായകനായി മാറിയ, റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറിയ വിജയുടെ അടുത്തെത്തി. പക്ഷെ അന്ന് വിജയുടെ സിനിമകളൊക്കെ സെലക്ട് ചെയ്യുന്നത് വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖറാണ്. അദ്ദേഹം അന്ന് വിജയ് അത് ചെയ്യണ്ട എന്ന തീരുമാനമെടുത്തു. സിനിമാ ലോകത്ത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് വഴിത്തിരിവുകൾ അല്ലെങ്കിൽ തിരിച്ചുവരവ്. ഇപ്പൊ തമിഴ് സിനിമയിൽ ഒരു നടൻ തിരിച്ചു വന്നിരിക്കുകയാണ്, ആക്ഷൻ കിങ് അർജുൻ. ഒരു കാലത്ത് ഹീറോ ആയിട്ട് വിലസിരുന്ന നടനായിരുന്നു അർജുൻ. പിന്നീട് ഒരു 2000-ഒക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ക്യാരക്ടർ റോളുകളിലേക്കും വില്ലൻ റോളുകളിലേക്കൊക്കെ മാറി. കുറേ നാളായിട്ട് നമ്മൾ അദ്ദേഹത്തെ സിനിമകൾ കാണുന്നുണ്ട്, പക്ഷെ അതൊക്കെ കൂടുതലും ക്യാരക്ടർ റോളുകളോ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഉള്ള ഒരു വില്ലൻ ടൈപ്പ് ഓഫ് റോൾസ് ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഹീറോ ആയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വിജയം കിട്ടിയിരിക്കുകയാണ്, ബ്ലാസ്റ്റ് എന്ന സിനിമ. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പൊന്നും വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ ഇവരാണ് അതിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പുതിയൊരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ ആരും അത്ര വലിയൊരു പ്രതീക്ഷ ഒന്നും ആ സിനിമയ്ക്ക് ഇങ്ങനെ ഹിറ്റാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ആ സിനിമ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് സൂപ്പർ ഹിറ്റായി. ആദ്യത്തെ 4 ദിവസം കൊണ്ട് തന്നെ 25 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കിട്ടി. ഒരു അർജുൻ സിനിമയ്ക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു സിനിമാ കുടുംബത്തിലാണ് അർജുൻ ജനിച്ചത്. അച്ഛൻ ശക്തി പ്രസാദ് അറിയപ്പെടുന്ന ഒരു കന്നഡ നടനായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അർജുന് സിനിമയോട് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ അച്ഛന് ചെറുപ്പത്തിൽ അർജുനെ സിനിമയിൽ വിടാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലതാരമായിട്ട് കിട്ടിയ അവസരങ്ങളൊക്കെ അച്ഛൻ തന്നെ തട്ടിക്കളഞ്ഞു. പക്ഷേ പയ്യെ അർജുൻ സിനിമയിലേക്ക് വന്നു. 81-ൽ സിനിമയിൽ നായകനായിട്ട് വരുന്നു. പക്ഷെ അപ്പോഴും ഹിറ്റുകളൊന്നും അങ്ങനെ വലുതായിട്ട് ഒരു സോളോ ഹീറോ എന്ന രീതിയിലൊന്നും അർജുന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 87-ൽ ആണ് ആദ്യമായിട്ട് അർജുന് ഒരു സോളോ ഹീറോ എന്ന രീതിയിൽ ഒരു വലിയൊരു ഹിറ്റ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിൽ ഒരു സ്പേസ് കിട്ടുന്നത്. ഇൻസ്പെക്ടർ ശങ്കർ ഗുരു എന്ന കഥാപാത്രം അർജുൻ ചെയ്ത ആ ഒരു സിനിമയാണ് ശങ്കർ ഗുരു. തമിഴിലും തെലുങ്കിലോട്ട് ബൈലിംഗുലായിട്ടായിരുന്നു ആ സിനിമ ഷൂട്ട് ചെയ്തത്. ആ ഒരു സിനിമ 87-ൽ വിജയിച്ച ഒരു സിനിമയായിരുന്നു. അതിലാണ് ആ ഒരു ആക്ഷൻ കിങ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ കിങ് ആയിട്ടില്ല എങ്കിലും ഒരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ അർജുൻ അന്നൊരു സ്പേസ് കിട്ടി ആ ഒരു സിനിമയോട് കൂടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് തുടർന്നും കുറേ സിനിമകളിൽ നായകനായിട്ട് അർജുൻ ചെയ്തു. പക്ഷെ അതൊന്നും വിചാരിച്ച പോലെ അപ്പോഴും ഏറ്റില്ല. വീണ്ടും പഴയ പോലെ തന്നെ ഒരു ആവറേജ് വിജയങ്ങളോ അല്ലെങ്കിൽ ഫ്ലോപ്പുകളോ ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. അന്ന് തമിഴ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രജനീകാന്ത്, കമലഹാസൻ, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും അന്ന് രജനീകാന്ത്, കമലഹാസൻ, വിജയകാന്ത്, സത്യരാജ് ഇവർ 4 പേരെയും ചുറ്റിപ്പറ്റിയാണ് അന്ന് തമിഴ് സിനിമാ ലോകം അല്ലെങ്കിൽ തമിഴ് സിനിമ തന്നെ നീങ്ങിയിരുന്നത്. ഇവർ തന്നെയായിരുന്നു അന്നത്തെ ഒരു ലീഡ് ഹീറോസ് 4 പേര്. ഇത് കഴിഞ്ഞാൽ വരുന്ന ലീഗിലായിരുന്നു പ്രഭു, കാർത്തിക്, പിന്നെ മുരളി, പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ അങ്ങനെയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സി കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു സി ലീഗിലുള്ള ആക്ടേഴ്സ്, അതിലൊരു ആക്ടറായിരുന്നു അർജുൻ. അതുപോലെയുള്ള സിനിമകളും ചെറിയ ബി ക്ലാസ് സി ക്ലാസ് ഓഡിയൻസ് അവർ കാണുകയും അല്ലെങ്കിൽ അത്തരം തിയേറ്ററുകളിൽ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ വിജയിക്കുകയൊക്കെ ചെയ്തിരുന്ന അത്തരത്തിലുള്ള സിനിമകൾ ചെയ്തിരുന്ന ഒരു നടനായിരുന്നു. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. തമിഴിൽ കൂടുതലും ഈ ഒരു സി ലീഗിലായിരുന്നു അന്ന് അർജുൻ്റെ ഒരു സ്ഥാനം. അങ്ങനെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അർജുന് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെ അർജുൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് അർജുൻ ഹീറോ ആയിട്ട് ഒരു സിനിമ ചെയ്തു, സേവകൻ. ഈ ഒരു സിനിമ 92 ജൂണിലാണ് റിലീസാവുന്നത്. ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ്റെ സമയത്തും അർജുന് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. വിചാരിച്ച പോലെ ഫണ്ടേഴ്സിനൊന്നും കിട്ടിയില്ല. സിനിമ അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നില്ല. അങ്ങനെ ഒരുവിധം ആ ഒരു സിനിമ തിയേറ്ററിലെത്തി. ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി. അപ്പോൾ അർജുന് ഒന്ന് ആശ്വാസമായി. പിന്നെ അടുത്തൊരു സ്റ്റേജിലോട്ട് പോവുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് അർജുന് ഒരു ഓഫർ വരുന്നത്. ആ ഒരു ഓഫറാണ് അർജുൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത്. പക്ഷെ ആദ്യം ആ ഒരു ഓഫർ അർജുൻ നിരസിക്കുകയാണ് ചെയ്തത്. അതായത് കഥ പോലും കേൾക്കാതെ ചെയ്യുന്നില്ല എന്ന രീതിയിലായിരുന്നു അർജുൻ. അർജുൻ തീരുമാനം അങ്ങനെയായിരുന്നു. കാരണം
അതിനു മുമ്പ് അർജുനെ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത്, സ്ട്രഗിളിങ് സമയത്തൊന്നും കൂടെ നിൽക്കാത്തവർ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ അടുത്ത് വരുന്നു. അതുകൊണ്ട് ഞാൻ അത് വേണ്ട, പുറത്തുനിന്നുള്ള സംവിധായകരുടെ സിനിമകളൊന്നും ചെയ്യേണ്ട, എൻ്റേതായ ആ ഒരു സർക്കിളിലുള്ള ഞാൻ തന്നെ സംവിധാനമൊക്കെ ചെയ്തോളാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അന്ന് അർജുൻ നിന്നിരുന്നത്. ആ സമയത്താണ് ആ ഒരു ജീവിതം മാറ്റിമറിക്കുന്ന ആ ഒരു ഓഫർ അർജുൻ്റെ അടുത്തേക്ക് വരുന്നത്. തമിഴിലെ ഒരു പ്രശസ്ത പ്രൊഡ്യൂസറാണ് KT കുഞ്ഞുമ്മൻ. അദ്ദേഹം വലിയൊരു ധൈര്യശാലി കൂടിയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം അന്ന് തമിഴ് സിനിമ കാണാത്ത തരത്തിലുള്ള ബഡ്ജറ്റിൽ ക്യാൻവാസുകളൊക്കെ സിനിമകൾ ചെയ്യാനായിട്ട് ഫണ്ട് ഇറക്കിയിരുന്നു എന്നുള്ളതാണ്. അത് അധികം പേരൊന്നും ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ചെയ്ത ഒരു സിനിമയാണ് സൂര്യൻ. ആ ഒരു സിനിമയിലൂടെയാണ് ശരത് കുമാർ ഒരു ഹീറോ ആയിട്ട് വരുന്നത്. അതിൻ്റെ സംവിധായകൻ പവിത്രൻ. അപ്പോൾ ഇതേ ഒരു ടീമിനെ വെച്ചിട്ട് വീണ്ടും ഒരു സിനിമയൊക്കെ ചർച്ചകൾ നടക്കുന്നു. പക്ഷെ ആ സമയത്ത് KT കുഞ്ഞുമോനും പവിത്രനും തമ്മിൽ എന്തോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. അങ്ങനെ പവിത്രൻ്റെ സിനിമ KT കുഞ്ഞുമോൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഈ സമയത്താണ് ശരത് കുമാറിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ KT കുഞ്ഞുമോന് താല്പര്യമുണ്ട്. അപ്പോൾ അന്ന് ശങ്കർ എന്ന അസിസ്റ്റന്റ് ഡയറക്ടർ, പവിത്രൻ്റെ സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായ ശങ്കർ ഒരു കഥ പറയുന്നു. അന്ന് ശങ്കർ ശരത് കുമാറിൻ്റെ അടുത്ത് കഥ പറയുന്നു. ശങ്കർ ആക്ച്വലി എഴുതിയിരുന്ന ഒരു കഥ ഒരു ബ്രാഹ്മിൺ യുവാവിൻ്റെ കഥയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കമലഹാസനായിരുന്നു. പക്ഷേ കമലഹാസൻ എന്നത് എന്തോ കാരണങ്ങളോട് ചെയ്തില്ല. അങ്ങനെ ശരത് കുമാറിൻ്റെ അടുത്ത് പോകുന്നു. ശരത് കുമാറിന് കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, ചെയ്യണമെന്നുണ്ട്. പക്ഷേ KT കുഞ്ഞുമോൻ ശങ്കർ സിനിമയെക്കാട്ടും കൂടുതൽ ശരത് കുമാർ അന്ന് പ്രയോറിറ്റി കൊടുത്തത് പവിത്രൻ്റെ സിനിമയ്ക്കാണ്. കാരണം പവിത്രൻ ശരത് കുമാറിന് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആക്കിയ ഒരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. ഒരു ഓൾമോസ്റ്റ് സെയിം ഡേറ്റ് ആയിരുന്നു. അങ്ങനെ പവിത്രനായിട്ട് ഒരു സിനിമ ചെയ്യാമെന്ന് നയിക്കുന്നു. അപ്പോൾ ഈ ഒരു സിനിമ ശരത് കുമാർ വിടുന്നു. അന്ന് ശരത് കുമാർ ചെയ്ത ഒരു സിനിമയായിരുന്നു ഐ ലവ് ഇന്ത്യ. ആ സിനിമ പിന്നീട് പരാജയപ്പെട്ടു പോയി. ശരത് കുമാർ റിജക്റ്റ് ചെയ്ത ഒരു സിനിമ പിന്നീട് ഇവരന്ന് അർജുൻ്റെ അടുത്ത് പോകുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അർജുൻ കഥ ആദ്യം കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നീട് എങ്ങനെയെങ്കിലും കഥ കേട്ടിട്ട് ഒഴിവാക്കാം എന്ന് അർജുൻ തീരുമാനിച്ചു. അങ്ങനെ അർജുൻ കഥ കേൾക്കുന്നു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുന് അത് ഒഴിവാക്കാൻ തോന്നിയില്ല. അർജുൻ ചെയ്യാമെന്ന് ഏറ്റു. അങ്ങനെ ആ ഒരു സിനിമ ശങ്കർ എന്ന സംവിധായകന് അന്ന് വെറും 50,000 രൂപയോ അങ്ങനെ എന്തായിരുന്നു ശങ്കറിന് ഒരു പ്രതിഫലമൊക്കെ ആദ്യം കൊടുത്തത് KT കുഞ്ഞുമോൻ. പക്ഷേ ഒരു ബിഗ് ബഡ്ജറ്റിൽ തന്നെ ആ ഒരു സിനിമ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അർജുൻ എന്ന് പറയുന്നൊരു നടൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു C കാറ്റഗറിയിൽ നിന്നിരുന്ന ഒരു നടനാണ്. നടൻ ഇതുപോലെയൊന്നും ബഡ്ജറ്റിലൊന്നും ഒരു നിർമ്മാതാവ് അന്ന് ഇൻവെസ്റ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷേ KT കുഞ്ഞുമോൻ ആ റിസ്ക് എടുത്തു. അങ്ങനെ ഒരു സിനിമ ഓണായി. ആ ഒരു സിനിമയായിരുന്നു ജെന്റിൽമാൻ. അങ്ങനെ അധികം പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത്. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് അതിലെ സോങ്സ് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നമുക്കറിയാം, റഹ്മാൻ. അതുവരെ തമിഴ് സിനിമ ഒരു ഇളയരാജ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനെ മാത്രം ചുറ്റിപ്പറ്റി നിന്നിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് 92 റോജ എന്ന് പറയുന്ന സിനിമയിലൂടെ റഹ്മാൻ ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നത്. 93 ജെന്റിൽമാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു റഹ്മാൻ്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു സിനിമേനെ ആളുകളെ തിയേറ്ററിൽ എത്തിക്കാൻ വലിയൊരു കാരണമായിട്ടുണ്ട്. അവരൊറ്റ സിനിമയോട് കൂടി നമുക്കറിയാം അർജുൻ ഒരു A ലീഗ്, അല്ലെങ്കിൽ രജനീകാന്ത്, നേരത്തെ പറഞ്ഞ കമലഹാസൻ, വിജയകാന്ത്, സത്യരാജ്, ആ ഒരു ലീഗിന് തൊട്ട് താഴെ അല്ലെങ്കിൽ അവർക്ക് തുല്യമായിട്ട് വരെ വളരുന്ന ഒരു ഘട്ടമെത്തി. പിന്നീട് അങ്ങോട്ട് അർജുൻ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് സിനിമകൾ വന്നു. എല്ലാ വർഷവും അർജുന് ഓരോ ഹിറ്റുകൾ കിട്ടിയിരുന്നു. അതിൽ ജയ് ഹിന്ദ് എന്നൊരു സിനിമയുണ്ട്. കർണ എന്ന് പറഞ്ഞ സിനിമ. കർണ എന്ന് പറഞ്ഞ സിനിമയും ഇതേപോലെ തന്നെ അതിലെ പാട്ടുകൾ കൊണ്ട് ഭയങ്കരമായിട്ട് വിജയിച്ചൊരു സിനിമയാണ്. ശരിക്കും ഒരു ആക്ഷൻ കിങ് എന്നുള്ള ഒരു പേര് അർജുന് ഈ ഒരു സിനിമയിലൂടെ തന്നെ കിട്ടി. ഇതിനിടയ്ക്ക് അർജുന് വന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമ കമലഹാസൻ്റെ കൂടെ കുരുതിപ്പുന്നൽ എന്നൊരു സിനിമ വന്നു. കുരുതിപ്പുന്നലും ഭയങ്കരമായിട്ട് വിജയിച്ച ഒരു സിനിമയായിരുന്നു. അതിൽ പക്ഷേ കമലഹാസനാണ് ഹീറോ എങ്കിലും അതിൽ ഇന്ന് നമ്മൾ കാണുമ്പോൾ അതിലെ പല സീൻസും, അതിലെ ഭയങ്കരമായിട്ടുള്ള എലിവേഷൻ സീൻസ്, ഒരു ഹീറോയിസം സീൻസൊക്കെ അർജുനാണ്. അർജുൻ പോലും ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ ഒരു കഥ കേട്ടിട്ട് കമൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇതിൽ ഈ റോള് തന്നെയാണോ ഞാൻ ചെയ്യേണ്ടത്, കാരണം അതുപോലത്തുള്ള കുറേ നല്ല നല്ല സീൻസ് അർജുനുണ്ട്. പക്ഷേ കമൽഹാസൻ പറഞ്ഞു അത് അർജുൻ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു സിനിമയും അർജുന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. പിന്നെ ഇടയ്ക്ക് കുറച്ച് പരാജയങ്ങളൊക്കെ അർജുന് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജെന്റിൽമാൻ ഒരു വഴിത്തിരിവായിട്ടുണ്ടെങ്കിൽ വീണ്ടും അർജുൻ്റെ കരിയറിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് കിട്ടി, അല്ലെങ്കിൽ വലിയൊരു ഹിറ്റ് ഒരു സിനിമയും കൂടി ലഭിച്ചു. അതും സംവിധായകൻ ശങ്കർ കൊടുത്ത സിനിമ തന്നെയായിരുന്നു. ഇന്ത്യൻ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ശങ്കർ ഒരു കഥ പ്ലാൻ ചെയ്തു. എന്നിട്ട് രജനീകാന്തിൻ്റെ അടുത്തെത്തി. എന്നിട്ട് രജനീകാന്തിനോട് ഒരു കഥ പറഞ്ഞു, ഒരു ന്യൂസ് റിപ്പോർട്ടറുടെ കഥ. അദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്റർ ആവുന്നു, അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ കഥ. പക്ഷേ അന്ന് രജനിക്ക് അത് ചെയ്യാനൊരു താല്പര്യം പ്രകടിപ്പിച്ചില്ല. പിന്നെ അന്നത്തെ യുവതാരം, അർജുനയെക്കാട്ടും ജൂനിയർ ആയിട്ടുള്ള
ഒരു നടൻ, അത് കാതലിക്ക് മര്യാദ എന്നൊരു സിനിമയിലൂടെ 1 കോടി രൂപ അല്ലെങ്കിൽ അത് കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു നായകനായി മാറിയ, റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറിയ വിജയുടെ അടുത്തെത്തി. പക്ഷെ അന്ന് വിജയുടെ സിനിമകളൊക്കെ സെലക്ട് ചെയ്യുന്നത് വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖറാണ്. അദ്ദേഹം അന്ന് വിജയ് അത് ചെയ്യണ്ട എന്ന തീരുമാനമെടുത്തു. ഇന്ന് വിജയ് CM ആയി. നമുക്കറിയാം വിജയ് ഈ അടുത്ത് എത്ര പൊളിറ്റിക്സ് സിനിമകളിലൂടെ പറയാൻ ശ്രമിച്ചു, പൊളിറ്റിക്കൽ രീതിയിലുള്ള കഥകൾ സിനിമയിൽ കൊണ്ടുവന്നു. പക്ഷെ അന്ന് വിജയ് അത് നിരസിച്ചു. അങ്ങനെ വീണ്ടും ആ ഒരു ഓഫർ അർജുനിലേക്ക് പോയി. അപ്പോൾ നേരത്തെ പറഞ്ഞ കമലഹാസനും ശരത് കുമാറൊക്കെ റിജക്റ്റ് ചെയ്ത ഒരു സിനിമ ജെന്റിൽമാൻ അർജുനിലേക്ക് എത്തിയ പോലെ വീണ്ടും മറ്റുള്ള ചില താരങ്ങൾ റിജക്റ്റ് ചെയ്തൊരു സിനിമ അർജുനിലേക്ക് എത്തി. ആ ഒരു സിനിമയും സൂപ്പർ ഹിറ്റായി, അതിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റായി. ഇന്നും അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന ചുരുക്കം സിനിമകളിൽ, അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്ന സിനിമകളിലെ ഒരു മുൻനിരയിലുള്ള ഒരു സിനിമയായിട്ട് അത് മാറി. അതാണ് മുതൽവൻ. ഇത്തരം ആക്ഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു മാസ് മസാല സിനിമകളിൽ അഭിനയിച്ചിരുന്ന അർജുന് കൂടുതൽ ഫാൻസും യുവാക്കൾ അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ ചെറിയൊരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അർജുന് ഒരു ലൈറ്റ് സബ്ജക്റ്റ്, ഒരു ഫാമിലീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, അതായിരുന്നു ഋതം. വസന്ത് എന്ന ഡയറക്ടർ, അദ്ദേഹം അത്തരത്തിലുള്ള സിനിമകൾ, കേളടി കൺമണി, അതുപോലെ തന്നെ നേർക്കുനേറൊക്കെ പോലത്തുള്ള സൂര്യനെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയായിരുന്നു, നമുക്കറിയാം ഋതവും, അതിലെ മ്യൂസിക്, അതിലെ പാട്ടുകളൊക്കെ ഇന്ന് നമ്മൾ കേൾക്കുന്നതാണ്. അതിൽ മീനിയാണ് നായിക, പക്ഷേ ജ്യോതികയും ചെറിയൊരു വേഷത്തിലുണ്ട്. പക്ഷേ ജ്യോതികനും നമ്മൾ മറക്കില്ല. ജ്യോതികയുടെ ഒരു ബെസ്റ്റ് ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വരുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും ഋതത്തിലൂടെ. ഈ ഋതവും കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 2000 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90s ഒരു സ്റ്റാർഡം അർജുന് ലഭിച്ചിട്ടില്ല. സിനിമകളുണ്ട്, അർജുന് സിനിമകൾ വിജയിച്ചിട്ടുണ്ട്, അർജുൻ തന്നെ ഡയറക്റ്റ് ചെയ്ത കുറേ സിനിമകളുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ ഒരു തട്ടുപൊളിപ്പൻ എന്നുള്ള വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ചും കൂടി നമ്മൾ ഒരു സിനിമാറ്റിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാസ് മസാല എന്ന് പറയാം. അത് കൂടുതൽ B ക്ലാസ് C ക്ലാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു. അപ്പോഴേക്കും മറ്റുള്ള അതിനുശേഷം വന്ന ജനറേഷൻ, അത് വിജയ്, അജിത്ത്, വിക്രം, സൂര്യ, ഇവരൊക്കെ മുൻനിരയിലോട്ട് വന്നു. ഒരു പക്ഷേ ഇവരെക്കാട്ടൊക്കെ ഒരു താഴെ ആയിരിക്കാം അർജുൻ്റെ ഒരു പൊസിഷൻ. ഒരു 2004, 5, 6 ആ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ എല്ലാ വർഷവും സിനിമകളുണ്ട്, അല്ലെങ്കിൽ വർഷത്തിൽ 1-2 സിനിമകൾ ചെയ്യുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എവിടെ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്, അർജുൻ്റെ സിനിമകളൊന്നും അന്ന് നഷ്ടമല്ല, അത് അതിൻ്റേതായ ഒരു ഓഡിയൻസ് ഉണ്ട്. പക്ഷേ പഴയ ഒരു സ്റ്റാർഡം, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു 90s ഉണ്ടായിരുന്ന ഒരു സ്റ്റാർഡം, അതൊന്നൊരു താഴോട്ട് അർജുൻ പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞൊരു 2010 കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ക്യാരക്ടർ റോളുകളിലേക്ക് മാറാൻ തുടങ്ങിയത്. അതിൽ എടുത്തു പറയേണ്ട റോളാണ് മണിരത്നത്തിൻ്റെ കടൽ എന്ന സിനിമ. അവിടെ മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ സിനിമകൾ ക്യാരക്ടർ റോളുകളിലാണ് അർജുൻ ചെയ്തിട്ടുള്ളത്. ഇതിനിടയ്ക്ക് അർജുൻ്റെ മകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ അടുത്തും മകളെ നായികയായിട്ട് സിനിമ ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും അർജുന് പറ്റിയ ഒരു നമ്മൾ പണ്ട് ജെന്റിൽമാനൊക്കെ കണ്ടു വളർന്നവർക്ക്, അല്ലെങ്കിൽ മുതൽവനൊക്കെ കണ്ടു വളർന്നവർക്ക് ഒരു അർജുൻ്റെ ഒരു ഹീറോ ആയിട്ടുള്ളൊരു സിനിമ തിയേറ്റർ കുലുക്കുന്ന ഒരു ഹിറ്റ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഇപ്പം എന്തായാലും ബ്ലാസ്റ്റ് എന്നൊരു സിനിമ വന്നിരിക്കുന്നത്. ബ്ലാസ്റ്റും അങ്ങനെ വലിയൊരു കോടികൾ ക്ലബ്ബ്, എനിക്ക് തോന്നുന്നു 100 കോടി ക്ലബ്ബിലോട്ടൊന്നും ആ സിനിമ എത്തിയിട്ടില്ല, അത് എത്തുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അർജുൻ അല്ലെങ്കിൽ ആക്ഷൻ കിങ്ങിനെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കും, അതുപോലെ തന്നെ ഒരുപാട് നിങ്ങളൊക്കെ പലവരും അത് കണ്ടു വളർന്നായിരിക്കും അർജുൻ്റെ സിനിമകൾ. അത്തരത്തിലുള്ള ഒരു ആക്ഷൻ മൂഡിലുള്ളൊരു സിനിമ തന്നെയായിരുന്നു ബ്ലാസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ 60 വയസ്സൊക്കെ കഴിഞ്ഞു, 63, 64 ഒക്കെ ആയി. ഇനിയും അത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിന് ആക്ഷൻ ചെയ്യാൻ പറ്റും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നും അദ്ദേഹത്തിന് നല്ലൊരു ആക്ഷൻ മൂഡിലുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ബ്ലാസ്റ്റിൻ്റെയൊക്കെ ഒരു ഡയറക്ടർ ഒരു പയ്യനാണ്, ഒരു 30 വയസ്സിന് താഴെയുള്ള ഒരു പയ്യനാണ്. ഒരു പക്ഷേ ജെന്റിൽമാൻ സിനിമ റിലീസാവുമ്പോൾ ജനിക്കാത്ത പയ്യനാണ് അർജുൻ്റെ. പക്ഷെ അദ്ദേഹം അർജുനെ ആ ഒരു റോളിലോട്ട് കാസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അർജുൻ്റെ സിനിമകളൊക്കെ പിന്നീട് അദ്ദേഹം കണ്ട അർജുൻ്റെ വലിയൊരു ആരാധകനായിട്ട് മാറിയതായിരിക്കാം. പണ്ട് അർജുനെ വെച്ച് സിനിമകൾ ചെയ്തിരുന്ന സംവിധായകർ പലരും ഇന്ന് ലൈം ലൈറ്റില്ല, പലരും ഫ്ലോപ്പുകൾ കൊടുത്ത് വീട്ടിലിരിക്കേണ്ട അവസ്ഥയായി. അതുകൊണ്ട് ഇനിയുള്ള ഒരു യുവ സംവിധായകരുടെ സിനിമകളിലൊക്കെ നല്ല ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾ അർജുൻ ചെയ്യട്ടെ. അർജുന് ഇപ്പം എന്തായാലും ഈ ഒരു തിരിച്ചുവരവ് വെറുതെ ആവാതിരിക്കട്ടെ. ഇനി വീണ്ടും ഫ്ലോപ്പുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് വീണ്ടും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അർജുൻ്റെ ഇനിയുള്ള സിനിമകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.